ഇപ്പൊ വളരെ സങ്കടകരമായ സംഗതി, എന്തിനാണ് ഈ ജിന്നിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്? എന്താണ് അതുകൊണ്ട് നേട്ടം? ആർക്കാണ് പ്രയോജനം? ആ ജിന്ന നിൽക്കുന്നിടത്ത് നിന്നാ പോരായിരുന്നോ? ഒരു പ്രശ്നമില്ലല്ലോ. അതിനെ പണ്ട് പടച്ചോനും റസൂലൊക്കെ എവിടെ നിർത്തിയോ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിർത്തിയാൽ മതിയായിരുന്നു. ഇവിടെ ഈ ജിന്നിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച് നമുക്ക് വിവരം കിട്ടിയത് എങ്ങനെ? ആര് പറഞ്ഞിട്ടാ? അള്ളാഹു പറഞ്ഞിട്ടാണ്, റസൂൽ പഠിപ്പിച്ചു തന്നിട്ടാണ് മലക്കുകളെ കുറിച്ച് നമുക്ക് വിവരമുള്ളത്. അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും മലക്കുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അതേപോലെ ജിന്നുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? അള്ളാഹും റസൂലുമാണ്. അപ്പൊ ഈ സൃഷ്ടികൾ അള്ളാന്റെ സൃഷ്ടികളാണ് അവര്. അപ്പൊ ആ സൃഷ്ടികളെ കുറിച്ച് എന്താണോ അള്ളാഹും റസൂലും പറഞ്ഞു തന്നത്, അവർ ഇവരെ എവിടെ നിർത്തിയോ അവിടെ നമ്മൾ നിർത്തുക എന്നതാണ് എന്ത്? സുരക്ഷിതത്വം. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് എന്ത്? ഒരു വിശ്വാസിയുടെ ബാധ്യതയും. അതിനപ്പുറം നമ്മൾ ഗവേഷണം ചെയ്യേണ്ട ഒരു മേഖലയായി ഞാൻ കണ്ടിട്ടില്ല പൗരാണിക ചരിത്രത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ മലക്കുകളെ കുറിച്ച് എന്ത് നടത്തിയത്? ഗവേഷണം നടത്തിയത്. ജിന്നുകളെ കുറിച്ചും എന്ത് ചെയ്തിട്ടില്ല? ഗവേഷണം നടത്തിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് അഖീദയുടെ ഭാഗമാണോ? അല്ലേ? അഖീദയുടെ ഭാഗമാണോ? ആണ്, അഖീദയുടെ ഭാഗമാണ്. എന്ത് ചെയ്യണം? മലക്കുകളിൽ വിശ്വസിക്കുന്ന ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ഫഖല്ലു ദലാലൻ ബൈദ. ഖുർആൻ കൃത്യമായി പറഞ്ഞതാ മലക്കുകളിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. മലക്കുകളിൽ വിശ്വസിച്ചെങ്കിലേ വഹിയിൽ വിശ്വസിക്കാൻ കഴിയൂ. വഹിയിൽ വിശ്വസിച്ചെങ്കിലേ പ്രവാചകന്മാരിൽ വിശ്വസിക്കാൻ കഴിയൂ. അപ്പോഴേ ദീനുണ്ട്, അപ്പോഴേ ഖുർആനിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ജിന്നുകളെ വിശ്വസിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമായി എവിടെയെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഈമാൻ കാര്യങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ജിന്നുകളെ തസ്ദീഖ് ചെയ്യാന്നാ പറയാ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാ? ജിന്നുകളെ അംഗീകരിക്കുക. എന്തുകൊണ്ട്? ജിന്നുകളെ ആരംഗീകരിച്ചിട്ടുണ്ട്? ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, റസൂൽ അംഗീകരിച്ചിട്ടുണ്ട്. മലക്കുകളിൽ വിശ്വസിക്കണമെന്നുള്ളത് ഖുർആന്റെയും സുന്നത്തിന്റെയും ഇസ്ലാം ദീനിന്റെയും ഒക്കെ താല്പര്യമാണ്. വിശ്വസിച്ചാലേ മുസ്ലിം ആകൂ, അല്ലെങ്കിൽ മുസ്ലിം ആവില്ല. എന്നാൽ അങ്ങനെ വിശ്വാസ കാര്യങ്ങളിൽ നിർബന്ധമായും വിശ്വസിക്കേണ്ട ഒരു വിശ്വാസ കാര്യമായി ജിന്നുകളിലുള്ള വിശ്വാസത്തെ കുറിച്ച് ദീൻ പഠിപ്പിച്ചിട്ടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു? ഖുർആനും സുന്നത്തും ഒക്കെ അംഗീകരിച്ച, സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമായതുകൊണ്ട് ജിന്നുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഈ ജിന്നുകളെ കുറിച്ച് നമുക്ക് വിവരം തന്നത് ആരാണ്? പ്രവാചകനാണ്, വഹിയിലൂടെയാണ്. പ്രവാചകന്മാരില്ലാതെ നമുക്ക് മലക്കുകളെയും ജിന്നുകളെയും കുറിച്ച് അറിയാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് ഈ വിവരം കിട്ടിയത് എങ്ങനെയാണ്? വഹിയിലൂടെയാണ്. വഹിയിലൂടെ കിട്ടുന്ന വിവരം എന്താണ്? ഗൈബിയാണ്. പല ഗ്രന്ഥങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരുള്ള കാലത്തെ ജിന്നുകൾ, ചില സന്ദർഭത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. സംഭവങ്ങളുണ്ട്. അങ്ങനെ ജിന്ന് പ്രത്യക്ഷപ്പെട്ടു, ജിന്നെ കണ്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പിന്നെ ജിന്ന് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോ മുജീബിന്റെ ആയത്ത് ഓതിയല്ലോ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. സൂറത്ത് ജിന്നിലെ ഒന്നാമത്തെ ആയത്താണ്. സൂറത്ത് അഹ്കാഫിലുണ്ട്, വൈദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ. ഒരു സംഘം ജിന്നുകളെ നാം എന്ത് ചെയ്തു? താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഖുർആൻ കേട്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോ ഫഖാലു അൻസിതു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ജനങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് മൂസാ നബിക്ക് ശേഷം വന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ എന്തുണ്ട്? വിവരമുണ്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം സൂറത്ത് അഹ്കാഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് സ്ഥലത്താണ് കാര്യമായിട്ട് ജിന്നിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സൂറത്ത് ജിന്നിലും ഒന്ന് സൂറത്ത് അഹ്കാഫിലും. അപ്പോ ഇങ്ങനെ ജിന്നുകൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഖുർആൻ കേട്ടു, അവർ മുസ്ലിങ്ങളായി എന്നുള്ള കാര്യം പ്രവാചകൻ എങ്ങനെ അറിഞ്ഞത്? ഖുൽ, നബിയെ താങ്കൾ പറയുക, ഊഹിയ ഇലയ്യ. എന്താർത്ഥം? ഊഹിയ ഇലയ്യ, എനിക്ക് വഹയ്യായി അറിയപ്പെട്ടിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. അന്നഹു, എന്താ കാര്യം? ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ കേട്ടു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. യഹ്ദി ഇല റുശ്ദി ആമന്നാ ബിഹി, അത് റുശ്ദിലേക്ക് വഴി കാണിക്കുന്നതാണ്, ഞങ്ങൾ ആ ഖുർആനിൽ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ ജിന്നുകൾ ഖുർആൻ കേട്ടതും വിശദീകരിച്ചതും ആ ജിന്നുകളിലേക്ക് പോലും നിയോഗിതനായ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് ഏതിലൂടെയാണ്? വഹിയിലൂടെയാണ്. അതേപോലെ തന്നെയാണ് വൈദ് സർഫനായിലേക്ക് നഫറം മിനൽ ജിന്നി എന്നുള്ള ആ സംഭവം പറയുന്നതും അള്ളാഹു ഇതാണ് വഹയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്.
ഇപ്പൊ പ്രവാചകന്മാരുണ്ടോ? ഇല്ല. ഇനി ഇവിടെ ജിന്നുണ്ട് ഇല്ല എന്നുള്ള കാര്യം ഈ സദസ്സിൽ ഇപ്പൊ ജിന്നുണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇല്ലേ? ഈ പറയുന്ന മൗലവിക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒരു ജിന്നിനെ പിടിച്ചുകൊണ്ടെന്ന് കാണിച്ചു തന്നാൽ ഈ പ്രശ്നം തീരൂലേ? ഇങ്ങനെ ചർവണം നടത്തി ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു ജിന്നിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതാണ് ജിന്ന് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നാൽ, ഇനി ഒരാൾക്ക് ജിന്ന് ബാധിച്ചു എന്ന് കരുതുക, ഇവരുടെ വാദപ്രകാരം കേട്ടോ, വാദത്തിന് വേണ്ടി സമ്മതിക്കുക, അങ്ങനെയാണെങ്കിൽ ആൾക്ക് ജിന്ന് ബാധിച്ചതാ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം? അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? സിഹിർ ചിലപ്പോ സിറാജ് മൗലവി വിശദീകരിക്കും. സിഹിർ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം? മാർഗണ്ടോ? ഗൈബിയായ വേറെ ഏതെങ്കിലും നിലക്ക് അസുഖം ബാധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജിന്ന് ബാധിച്ചതാണ് അല്ലെങ്കിൽ സിഹിർ ബാധിച്ചതാന്ന്. അങ്ങനെ വാദത്തിന് വേണ്ടി അങ്ങനെ സംഭവം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും അതാണ് എന്ന് തെളിയിക്കാൻ, കണ്ടുപിടിക്കാൻ നമ്മുടെ മുമ്പിൽ എന്തില്ല? മാർഗമില്ലാത്ത അത്ര ഈ വിഷയം എന്താണ്? അഭൗതികമാണ്. വിഷയം മനസ്സിലായല്ലോ? സംഗതി എന്താണ്? ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാനും പറ്റില്ല, അറിയാനും പറ്റില്ല. ജിന്നുകളാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എന്ത് ചെയ്യില്ല? കയറിയില്ല. അങ്ങനെ കയറൂല. അങ്ങനെ കയറി ഒരാള് ജിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഞാൻ ഇതിന്റെ ഒരു രസകരമായ തമാശ പറയാം. നമ്മളെ സഹോദരിമാര് ക്ഷമിക്കുക കേട്ടോ. സൗദി അറേബ്യയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിഹിത മാർഗത്തിലൂടെ ഗർഭിണിയായി. അപ്പോ എന്ത് ചെയ്യണം? കാരണക്കാരൻ ഒരാളുണ്ടാവുമല്ലോ. നമ്മുടെ ഖുത്ബയിൽ അതേത് വിഷയം, കാരണക്കാരനെ റസൂൽ അന്വേഷിച്ചില്ല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ആളെ ഈ സ്ത്രീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുടുംബം അങ്ങനെ അല്ല, കുടുംബത്തിന് കബീലക്കൊക്കെ ഭയങ്കര പ്രാധാന്യം. അവസാനം എന്ത് ചെയ്തു? ഈ പെണ്ണിനെന്ത് ചെയ്യണം? രക്ഷപ്പെടുത്താൻ അവസാനം എന്ത് ചെയ്തു? കാരണക്കാരൻ ആരാണ്? ജിന്നിന്റെ പേരിൽ ഇട്ടെടുത്തു. അപ്പൊ അതോടുകൂടി എന്തായി? മറിയം ബീവിന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് മറിയം ബീവി ഗർഭിണി ആയതുപോലെ എന്ത് ചെയ്യാം? നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയാൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഒരു നിയമ സംഹിത നിലവിൽ വരുന്ന കാലത്ത് എന്ത് ചെയ്യാവുന്നതാണ്? ഇത് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴിയായി. ഇനിയിപ്പോ ഓരോരുത്തർക്ക് ജനിച്ച കുട്ടികൾ തന്നെ ഭർത്താക്കന്മാരുടേതാണോ അല്ലേ എന്തല്ല ഇത്? കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഈ പ്രശ്നം 2002 ശേഷം ഈ പ്രശ്നവുമായി രംഗത്തിറങ്ങിയപ്പോ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പലരും പറഞ്ഞിരുന്നു രാത്രി പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പുറത്തിറങ്ങാൻ പേടിയാണ്, ജണ്ണ് വന്നിട്ട് കേറിക്കൂടോ എന്ന് കരുതിയിട്ട്. അങ്ങനത്തെ അവസ്ഥ പോലും സംഗതി നിസ്സാരമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. പിന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയപ്പോഴാണ് പിന്നെയും കുറച്ചെന്ത് ചെയ്തത്? അതിനൊരു സമാധാനം വന്നത്. ജിന്ന് എന്ത് ചെയ്യില്ല. ഞാൻ ആ വിഷയകമായി വന്ന 2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ എന്താണ്? ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്ത് സൂറത്തു നഹ്ലിലെ 98ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താ അറിയോ? ഇന്നഹു ലൈസ ലഹു സുൽത്താൻ. ആ പിശാചിന് എന്തില്ല? ഒരു സുൽത്താനും ഇല്ല. അലല്ലദീന ആമനു. ആരുടെ മേൽ? വിശ്വാസികളുടെ മേൽ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ തവക്കുലാക്കുന്ന ആളുകളുടെ മേൽ ഈ പിശാചിന് ഒരു സുൽത്താനും ഇല്ല. പിശാച് എന്ന് പറയുമ്പോ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ് ആര്? പിശാചി. ഇബ്ലീസ് അറിയാലോ. ഇബ്ലീസാണ് പിശാച്, ഈ ജിന്ന് വർഗത്തിന്റെ തലവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിന് പല വീക്ഷണമുണ്ട്. ഏതായാലും ഇബ്ലീസ് ഏതിൽപ്പെട്ടതാണ്? ജിന്നിൽ പെട്ടതാന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഖുർആൻ വകാന മിനൽ ജിന്നി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇബ്ലീസ് എന്ന് പറയുന്നത് ജിന്ന് വർഗത്തിലെ മോശം വകുപ്പിൽപ്പെട്ട ആളുകളുടെ തലവനാണ് ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസിന് അയാളുടെ കബീല, കുടുംബം, ഗോത്രം അതൊക്കെ ഉണ്ടെന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് മലക്കളും അവരും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുടെ ഭാഗമാണ്. ഇവർക്ക് കബീലുണ്ട്, മലക്കൾക്ക് എന്തില്ല? കബീലല്ല. ഇവർക്ക് കൗമുണ്ട്, അവരുടേതായ ആളുകളും വൃദ്ധവും കൂട്ടമൊക്കെ ഉണ്ട്. മലക്കുകൾക്ക് അങ്ങനെ ഒരു കൗമിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അപ്പൊ എന്താണെന്നറിയോ? വിശ്വാസികളുടെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു സുൽത്താനുമില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പരലോകത്ത് വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ് വഅഅതുക്കും ഫഅഖ്ലഫ്തുക്കും. എന്താണ്? കാര്യങ്ങളൊക്കെ വിവച്ഛേദിച്ച് വിശ്വാസികൾ സ്വർഗത്തിലേക്കും അവിശ്വാസികൾ നരകത്തിലേക്കും അങ്ങനെ വേർതിരിക്കപ്പെട്ട സന്ദർഭത്തിൽ അവിശ്വാസികളായ ആളുകളെ നോക്കിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? പിശാചി പറയാണ് ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. അള്ളാഹു നിങ്ങളോട് ചെയ്തത് എന്തായിരുന്നു? നല്ല
സത്യമായ വാഗ്ദാനമായിരുന്നു. ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, പക്ഷെ ഞാൻ ആ വാഗ്ദാനം എന്ത് ചെയ്തു? ലംഘിച്ചു. വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലെ എന്തുണ്ടായിരുന്നില്ല? ഒരധികാരം ഉണ്ടായിരുന്നില്ല, ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നല്ലാതെ. ഫസ്തജബ്തും ലി, എന്റെ ക്ഷണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു? ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്തോളൂ? ആക്ഷേപിച്ചോളൂ. ഇന്ന് നിങ്ങൾ അകപ്പെട്ട ഈ അവസ്ഥക്ക് കാരണക്കാരാരാണ്? നിങ്ങളാണ്. ഞാൻ എനിക്ക് നിങ്ങളുടെ മേലെ ഒരു സ്വാധീനവും ഇല്ല. വിശ്വാസികളുടെ മേലും സ്വാധീനമില്ല, അവിശ്വാസികളുടെ മേലും സ്വാധീനമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഇല്ല അനി ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ക്ഷണം സ്വീകരിച്ചു. ആ പിശാചിന്റെ ക്ഷണത്തിനാണ് നമ്മൾ വസ്വാസ് എന്ന് പറയുന്നത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. പിശാചിന് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാക്കുക എന്നുള്ളതാണ്? ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് പിശാച് ചെയ്തുകൊണ്ട് തെറ്റിനെ അലങ്കരിച്ച് കാണിക്കും. അതിന് പല മാർഗത്തിലൂടെ നമ്മൾ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇതേ മൗലവി മുസ്ലിയാര് ചോദിക്കുന്നുണ്ട്, ഏതോ ഒരു വാദപ്രയോഗത്തിലോ മറ്റോ എന്തോന്ന്. അപ്പൊ പിശാച് മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോ മനസ്സെവിടെയാണ്? ഹൃദയം എവിടെയാണ്? നമ്മുടെ നെഞ്ചിനുള്ളിലല്ലേ? അപ്പൊ പിന്നെ നെഞ്ചിനുള്ളില് മനസ്സില് സ്വാധീനം ചെലുത്തും, വസ്വാസം ഉണ്ടാക്കും. ആ നെഞ്ച് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മനുഷ്യ ശരീരത്തിനുള്ളിലാണ്. അപ്പം എന്ത് ചെയ്തു? നമ്മളെന്ത് ചെയ്യലുണ്ട്? പലരെയും സ്നേഹിക്കണില്ലേ? സ്നേഹം എവിടെയാണ്? മനസ്സിലാണ്. ഇപ്പൊ ആരാണ്? ഉമർ ഫാറൂഖിന് എടുക്കുക ഉദാഹരണം, അല്ലെ? ഉമർ ഫാറൂഖിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ഉമർ ഫാറൂഖിന്റെ ഭാര്യനെ സ്നേഹിക്കുന്നു. ഉമർ ഫാറൂഖിന്റെ ഭാര്യനെ ഹൃദയത്തിന്റെ ഉള്ളിൽ കുടിയിരുത്തുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ, അല്ലെങ്കിൽ ഞാൻ എന്റെ മക്കളെ. അപ്പൊ എന്താണ്? ഒരാളുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാൻ എന്ത് വേണ്ട? ഹൃദയത്തെ ആ ശരീരത്തിനുള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. എല്ലാത്തിന്റെ പ്രേരിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അതെന്താ അറിയോ? ഈ ആദമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിലുള്ള സംഭവങ്ങളൊക്കെ അറിയാം, കഥകളൊക്കെ അറിയാലോ. പിന്നെ ജിന്നത്തി നാസും കൂടി പറയുന്നുണ്ടല്ലോ, നാസ് വസ്വാസ് ഉണ്ടാക്കുന്നവര്. ശൈത്താൻ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, അങ്ങനെയുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ച് വസ്വാസം ഉണ്ടാക്കാൻ പിശാചിന് സാധിക്കും എന്നുള്ളത് പിശാച് നേരത്തെ പടച്ചവൻ എന്ത് ചെയ്താണ്? സ്വർഗത്തു നിന്നൊക്കെ പുറത്താക്കിയ ആദമനെ പുറത്താക്കിയ സംഭവമൊക്കെ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട്. എന്താണ്? ഞാൻ എന്ത് ചെയ്യും? ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നീ എന്നെ ഇപ്പോ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇങ്ങനെ ഇറക്കി വിട്ടതിന്റെ പ്രതികാരമായി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ എന്ത് ചെയ്യും? ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ നിന്റെ സിറാത്തു മുസ്തഖീമിലോ നടക്കുമ്പോ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആ വഴിയിൽ ഇരിക്കും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം ഫലാ തജിദു അക്സറഹും ശാകിരീൻ. അങ്ങനെ ആയത്ത് തോന്നുന്നു. അപ്പൊ എന്താണ്? അവരുടെ വലതുഭാഗത്തുകൂടെ, ഇടതുഭാഗത്തുകൂടെ, മുമ്പിലൂടെ, പിന്നിലൂടെ ഒക്കെ ഞാൻ എന്ത് ചെയ്യും? അവരൊക്കെ ചെന്നിട്ട് ഏതെല്ലാം നിലക്ക് അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമോ അവിടെ സിറാത്തക്കൽ മുസ്തഖീം, അള്ളാന്റെ സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടുന്ന് റയ്യാനിലേക്ക് പോണ റോഡ് പോലുള്ള ആ റോഡാണോ പടച്ചോന്റെ സിറാത്ത് എന്ന് പറഞ്ഞാൽ? പടച്ചോന്റെ സിറാത്ത് ഏതാണ്? ഹിദായത്താണ്. ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ജനങ്ങൾ വഴിതെറ്റിക്കാനുള്ള ആത്മശ്രമം ഞാൻ എന്ത് ചെയ്യും? ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? പിശാച് പറഞ്ഞത്. അപ്പോ പിശാചിന് ചെയ്യാൻ സാധിക്കുക എന്തേ ഉള്ളൂ? നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? ഇങ്ങനെ തോന്നലുകൾ ഉണ്ടാക്കും. ആ തോന്നൽ ഉണ്ടാക്കാൻ പിശാച് എന്ത് ചെയ്യണ്ട? നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറണ്ട, നമ്മുടെ ശരീരത്തിലേക്ക് കയറണ്ട. അങ്ങനെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ മഅദൂരീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലുണ്ട്. എന്താണ്? റുഫിയൽ അക്ലാമു അൻ സലാസ്, മൂന്നാളിൽ നിന്ന് കലമു ഉയർത്തപ്പെട്ടു. ഒന്നെന്താണ്? അനിൻ നായിം ഹത്താ യസ്തൈഖിദ, ഉറക്കത്തിൽ എന്ത് സംഭവിച്ചു പോയതിന് നമ്മൾ ഉത്തരവാദികളാണോ? അല്ല. വ അനി സബീ ഹത്താ യഹ്തലിമ, കുട്ടി ഏതാകുന്നവരെ, പ്രായപൂർത്തിയാകുന്നവരെ. അതേപോലെ വ അനിൽ മജ്നൂൻ ഹത്താ യഅഖിൽ, ഭ്രാന്തൻ അയാൾക്ക് ബുദ്ധി ശരിയാവുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ റസൂല് എന്ത് പറയേണ്ടതാണ്? ആരെങ്കിലുമൊക്കെ പിശാച് ബാധിച്ചിട്ട് ആ പിശാച് ഇറങ്ങിപ്പോണത് വരെ എന്ന് അങ്ങനെ റസൂൽ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ മുഖയ്യറാണ്. നമുക്കെന്തുണ്ട്? തഖ്യീറുണ്ട്, ഇഖ്തിയാരിയായ കഴിവുണ്ട്.
നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ, ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യും, കഴിയും. അതിനെന്തില്ല, വേറൊരാൾക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനം ചെലുത്തിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിനെ എങ്ങനെ ഏത് രൂപത്തിൽ ഇപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ എന്നെ അടിച്ചിട്ടോ, അതൊക്കെ നേരത്തോടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, കാരണങ്ങൾ അറിയുന്ന റൂട്ടാണ്. കാരണങ്ങൾ അറിയാത്ത വഴിയിൽ എന്നെ ഒന്ന് സ്വാധീനിച്ചിട്ട് എന്നിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ട് എന്നിൽ ക്രയവിക്രയം ചെലുത്തി ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം എന്നിൽ നിന്ന് ചെയ്യിക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. അവിടെ ഒരു ഹദീസ് ഉണ്ട്, ഫഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം. അവിടെ റസൂൽ എന്താ പറയോ, ഞാൻ ഇപ്പൊ തെറ്റ് ചെയ്തു, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് മുഹമ്മദ് സാഹിബ് ചോദിച്ചത് നന്നായി സംഗതി. അപ്പോ ഞാനിപ്പോ ഒരു ഹറാമായ കാര്യം കേട്ടു, ആ കേൾക്കാൻ എന്നെ പ്രേരിപ്പിച്ച ശക്തിയാണ് ആര്, ഇബ്ലീസ്. ഞാൻ എന്ത് ചെയ്തോരോ, ഈ ചെവി പൊത്തിയിട്ട് ഈ ചെവിയിലൂടെ കേട്ടു, അല്ലെങ്കിൽ ഈ കണ്ണിലൂടെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ എന്തോ ചീത്തയായതോ മണുത്തു, അല്ലെങ്കിൽ ഞാൻ എന്തോ കുടിച്ചു. എന്റെ ശരീരത്തിൽ പല അവയവങ്ങളില്ലേ, ആ പല അവയവങ്ങളെ കൊണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങളുടെ ശരീരത്തിൽ രക്തം ഓടുന്ന സ്ഥലങ്ങളിലൊക്കെ പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗങ്ങളെ കൊണ്ടും തെറ്റ് ചെയ്യിക്കാൻ, അങ്ങനെ വസ്വാസം ഉണ്ടാക്കാൻ, വസ്വാസം ഉണ്ടാക്കിയിട്ട് തെറ്റ് ചെയ്യിക്കാൻ പിശാചിന് കഴിയും എന്നേ ഉള്ളൂ. അല്ലാതെ എന്താ അറിയോ, ഞാനിപ്പോ എവിടെയെങ്കിലും അഹമ്മദ് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ പറഞ്ഞ അങ്ങനെ അക്ഷരവാന നടത്തരുത്. റസൂൽ അങ്ങനെ ആലങ്കാരികമായിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ എന്ത് ചെയ്ത് നമ്മള് അക്ഷരവായന എടുത്തു കഴിഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രക്തം പൊടിഞ്ഞ് കുറച്ച് ചോര പോയി കഴിഞ്ഞാൽ ആയി കുറച്ച് പിന്നെ ആരാണ് അതിലപ്പോ കുറച്ച് ജിന്നും അതിലുണ്ട കടന്നുകൂടി എന്നെന്ത് ചെയ്യേണ്ടതില്ല. ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടിരുന്നു, ശാസ്ത്രം അങ്ങനെ ഈ രക്തത്തിന്റെ ഗ്രൂപ്പൊക്കെ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ ജിന്നു ഗ്രൂപ്പ് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടേക്ക് സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫൈന ശൈത്താൻ യജ്രി മജ്റദ്ദം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. ശരീരത്തിൽ നമ്മുടെ രക്തോട്ടമുള്ള എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പർശനം പോലും എന്താണ്, സ്പർശനത്തിലൂടെ നമുക്ക് തെറ്റ് ചെയ്തൂടെ, തെറ്റ് ചെയ്യാം. എല്ലാത്തിലും അതേ ആ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. ഇവിടെ എന്നെ ശൈത്താൻ യജ്രി മജ്റദ്ദം എന്ന് പറഞ്ഞ ഒരു ഹദീസിനൊരു സാഹചര്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരിക്കുകയാണ് പള്ളിയിൽ. അപ്പൊ ആ സമയത്ത് രണ്ട് അൻസാരികളായ സഹാബിമാർ അതിലൂടെ നടന്നുപോയി. അപ്പൊ നടന്നുപോയപ്പോ അവർ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് സംസാരിക്കാൻ. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല, സുബ്ഹാനല്ലാഹ് എന്നും പറഞ്ഞവര് ഇങ്ങനെ നബി ഇങ്ങനെ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ അവർ സുബ്ഹാനല്ലാഹ് എന്നിട്ട് മടന്നുപോയി. ഈ രണ്ടാളെ റസൂൽ തിരിച്ചു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഹാദി സഫിയ ബിൻതു ഹുയൈ, ഇത് സഫിയാണ് എന്റെ ഭാര്യ, നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടാളും നോക്കിയിട്ട് പറഞ്ഞു, റസൂലെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ, നിങ്ങൾ അത്രേ പറയണ്ടു. പക്ഷേ മനുഷ്യനുള്ള കാലത്തോളം പിശാച് നിങ്ങളെയും സ്വാധീനിക്കാലോ. ജീവനുള്ള കാലത്തോളം, അതായത് നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്ന കാലത്തോളം പിശാചിന്റെ ചില ദുർബോധനങ്ങൾ നിങ്ങളിലും സംഭവിക്കാം. ഇത് ഞാൻ വേറെ ആരോടും സംസാരിച്ചതല്ല, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ, ഇത് തിരുത്തി കൊടുക്കുക റസൂൽ. അവിടെയാണ് പ്രയോഗം വരുന്നത്. ആ റസൂൽ പറഞ്ഞ ആ പശ്ചാത്തലത്തിലാണ് വാചകം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ തന്നെ സംഗതി ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് പറഞ്ഞത്, പിശാചി യജ്രി മജ്റദ്ദം എന്ന് പറഞ്ഞത്. അല്ല നമ്മുടെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിശാചി ഒഴിവാക്കും വലിയ പറഞ്ഞ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. അപ്പൊ എന്താ സംഭവം, അത്രേ ഉള്ളൂ. പിശാച് ഞാൻ പറഞ്ഞു പറയട്ടോ. അപ്പൊ എന്താണ് സംഗതി, എന്താണ് പിശാച്, എന്താണ് പിശാച് തീർത്തും എന്താണ് അഭൗതികമാണ്. പിശാചല്ല, ജിന്ന്. അപ്പൊ പിശാചും അതേപോലെ തന്നെ കാണാൻ കഴിയില്ല, നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാൻ കഴിയും. വേറെ സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, വഹുവ യറാക്കും മിൻ ഹൈസുല തറോൻ, അവർക്ക് ഇങ്ങോട്ട് കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പടച്ചോൻ പറഞ്ഞ ഒരു ജീവിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. പിന്നെ അത് ഭൗതികമാണോ അഭൗതികമാണോ, കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ, സൂക്ഷ്മ മൈക്രോ ഇതാണ് സാധനങ്ങളെ പോലും കാണാനുള്ള സംവിധാനം ഇല്ലേ, ആ സംവിധാനം ഉപയോഗിച്ച് പോലും ആരെ കാണാൻ പറ്റൂല. ഖുർആൻ ഒരു സംഗതി നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് ഉറപ്പാ.
അപ്പൊ നീ ശാസ്ത്രം എത്ര വികസിച്ചാലും എത്ര വലിയ മൈക്രോസ്കോപ്പുകൾ കണ്ടുപിടിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വർഗത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ ഒരു സൃഷ്ടിയെ കുറിച്ച് അവ ഭൗതികമാണോ അഭൗതികമാണോ എന്ന് പിന്നെയും ചർച്ച ചെയ്യുന്നത്. അവിടെയൊക്കെ എന്തോരോ ഇവരുടെ വിജയം. ഇനി എന്തൊരു സാധ്യത ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണോ സാക്ഷാൽ എന്നൊരു സംശയം അതിനെ ഇനി ബാക്കിയുള്ളൂ തോന്നിപ്പോകുന്നു.